മുറിയുടെ വാതിൽ അടയ്ക്കുക, ടെലിവിഷന്റെ ശബ്ദം കുറയ്ക്കുക തുടങ്ങി തന്റെ ഏറ്റവും ചെറിയ ആഗ്രഹങ്ങൾ പോലും മനുഷ്യരെ അറിയിക്കാൻ ബോബിക്ക് ചെയ്യാൻ സാധിച്ചിരുന്നത് കണ്ണിമകളെ തുറന്നടയ്ക്കുക എന്നതായിരുന്നല്ലോ. ആ സാധ്യതയെ പ്രയോജനപ്പെടുത്താനാണ് സാന്ദ്രീൻ ശ്രമിച്ചത്. ഫ്രഞ്ച് അക്ഷരമാലയിലെ അക്ഷരങ്ങളെ അവയുടെ ഫ്രീക്വൻസി ഓർഡറിൽ എഴുതിയ ഒരു ബോർഡുമായിട്ടാണ് ഒരു ദിവസം അവൾ ബോബിയുടെ അരികിലെത്തിയത്. ഫ്രീക്വൻസി ഓർഡർ എന്നത് ഒരു ഭാഷയിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ക്രമത്തിൽ അക്ഷരങ്ങളെ വിന്യസിക്കുക എന്നതാണ്. ഫ്രഞ്ച് ഭാഷയിൽ അതിന്റെ ക്രമം ESARINTUL എന്നിങ്ങനെയായിരുന്നു. കേൾക്കുന്നതോ കാണുന്നതോ ആയ അക്ഷരമാലയിൽ നിന്ന് അക്ഷരങ്ങളെ തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയെന്ന് സാന്ദ്രീൻ ബോബിയെ പരിശീലിപ്പിച്ചു. ഒരു തവണ കണ്ണു ചിമ്മിയാൽ അതെ എന്നും 2 തവണ കണ്ണു ചിമ്മിയാൽ അല്ല എന്നുമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അങ്ങനെ അവർ വളർത്തിയെടുത്തു. ബോബിക്കും സാന്ദ്രീനുമിടയിൽ രൂപപ്പെട്ട ഈ ആശയവിനിമയത്തിന് ഇടയിലാണ് ബോബി ഒരു പുസ്തകം എഴുതാനുള്ള കരാറിൽ ഒപ്പിട്ടിരുന്നു എന്ന വസ്തുത സാന്ദ്രീൻ തിരിച്ചറിയുന്നത്. ആ സ്വപ്ന സാഫല്യത്തിനായി അവൾ പബ്ലിഷറുമായി ബന്ധപ്പെട്ടു. അസാധ്യമെന്നും അവിശ്വസനീയമെന്നും പ്രതികരിച്ച പ്രസാധകരോട് സാന്ദ്രീൻ പറഞ്ഞത് ഒറ്റ കാര്യം മാത്രമാണ്: ക്ഷമയോടെ എഴുതാനുള്ള ഒരാളെ കിട്ടിയാൽ പുസ്തകം യാഥാർത്ഥ്യമാകും.